ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് ഈ ഒരു ക്ലാസ്സിനെ കുറിച്ചുള്ള കുറച്ച് വിവരങ്ങളാണ് കേട്ടോ തരുന്നത്. അപ്പോൾ ഈ ഒരു ക്ലാസ് കണ്ടാൽ തന്നെ അറിയാം നമുക്കൊക്കെ ഇത് ഒരു പേപ്പർ ഗ്ലാസ് ആണ്. ഇതിലാണ് സാധാരണ പാർട്ടികളിലൊക്കെ വെള്ളം എടുക്കുന്നതും അതുപോലെ തന്നെ ചൂടുള്ള ചായ ഒഴിക്കുന്നതൊക്കെ ഇതിലായിരിക്കും പലരും കുടിക്കാറല്ലേ. പക്ഷെ നമ്മൾ എന്താണ് ഇത് കരുതിയിരിക്കുന്നത്, പൂർണ്ണമായും ഇതൊരു പേപ്പർ ഗ്ലാസ് ആണ് നമ്മൾ. എന്നാൽ ഇത് പൂർണ്ണമായും പേപ്പർ ഗ്ലാസ് തന്നെയാണോ എന്ന് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം അല്ലേ. അപ്പൊ ഇതിനായി ഞാനിത് ഒരു ഗ്ലാസ് എടുത്തതിന് ശേഷം ഒരല്പം വെള്ളത്തിലേക്ക് ഞാനൊന്ന് വിട്ടു കൊടുക്കുന്നുണ്ട് കേട്ടോ. ജസ്റ്റ് ഇതൊന്ന് ഇതിന്റെ ഉൾഭാഗമല്ല, നമ്മുടെ ഇതിന്റെ ഈ പുറം ഭാഗം ഒന്ന് ജസ്റ്റ് കുറച്ച് നേരം നമുക്കൊന്നത് അലിയാൻ വേണ്ടി ഒന്ന് വെച്ച് കൊടുക്കാം കേട്ടോ. ജസ്റ്റ് ഒന്ന് വെള്ളത്തിൽ കിടക്കുന്നത് ജസ്റ്റ് ഒന്ന് അലിയണം, എന്നാലേ നമുക്ക് ആ ശരിക്കുള്ള ഒരു ഇത് കാണും. അപ്പൊ അതുപോലെ തന്നെ അതിന്റെ മുൻപ് ഞാനൊരു കാര്യം പറയാം. ഇത് എല്ലാവർക്കും അറിയാം, നമ്മുടെ ബോട്ടിൽ വെള്ളം, അതെ, കടകളിലൊക്കെ നമ്മൾ പെട്ടെന്ന് വാങ്ങി കുടിക്കുന്ന ഈ ഒരു ബോട്ടിൽ വെള്ളം. അപ്പൊ ഇതിപ്പോ ഈ ഒരു സംഭവം എന്ന് പറയുന്നത് അടച്ചുറപ്പുള്ളൊരു ബോട്ടിലാണല്ലേ. പക്ഷെ ഈ വെള്ളം നമ്മൾ എത്ര ദിവസം വേണമെങ്കിലും വെക്കും. പക്ഷെ ഇത് കുടിക്കാൻ യോഗ്യവുമാണ്. പക്ഷെ ഇതിനൊരു കാര്യം കമ്പനി നിർദ്ദേശിക്കുന്നുണ്ട്. കാരണം ഇതൊരിക്കലും നേരിട്ട് സൺലൈറ്റ് കൊള്ളരുത് എന്നുള്ളത്. അതായത് പ്രത്യേകിച്ച് ഈ ഒരു ബോട്ടിൽ വെള്ളം. അപ്പോൾ നമ്മളിത് ഇപ്പോഴത്തെ കൂടുതലൊക്കെ അടച്ചുറപ്പില്ലാത്ത വണ്ടികളിൽ, പ്രത്യേകിച്ചും ആപ്പൊക്കെ പോലെയുള്ള വണ്ടികളിൽ തുറന്നിട്ടിട്ടാണ്, അതായത് ബോട്ടിൽ ഇതുപോലെ ഓപ്പൺ ആയിട്ടാണ് സാധാരണ കൊണ്ടുവരാറ്. അപ്പോൾ ഇത് അടച്ചിട്ട് കൊണ്ടുവരാത്തതോടത്തോളം കാലം ഇത് ഡയറക്റ്റ് ആയിട്ട് ഒരു സൺലൈറ്റ് ഇതിലേക്ക് കൊള്ളുകയും അതിന്റെ ഫലമായി ഡിസ്നോഫീഡിയ എന്നൊരു കെമിക്കൽ ഇതിൽ നിന്ന് ഉണ്ടാവുകയും ചെയ്യും. അപ്പൊ അത് നമുക്ക് ഒരുപാട് നമ്മുടെ ശരീരത്തിൽ എത്തുകയാണെങ്കിൽ വന്ധ്യത മുതലുള്ള പ്രശ്നങ്ങൾ നമുക്ക് പ്രത്യേകിച്ച് പുരുഷന്മാരിലൊക്കെ അലട്ടാറുണ്ട്. ഡിസ്നോഫീഡിയ എന്നൊരു കെമിക്കൽ പ്രൊഡ്യൂസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ. അപ്പൊ അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ബോട്ടിൽ വെള്ളമൊക്കെ വാങ്ങുമ്പോൾ പ്രത്യേകിച്ച് നമ്മൾ ഒരു പരിധി വരെയൊക്കെ യൂസ് ചെയ്യുക. ഒരുപാടൊന്നും ഇതുപോലെയുള്ള വെള്ളം യൂസ് ചെയ്യാതിരിക്കുക. കഴിയുന്നത് നമ്മൾ സാധാരണ കിണറിലെ വെള്ളം, അതുപോലെ തന്നെ വീട്ടിലൊക്കെ എടുത്തു വെക്കുന്ന വെള്ളം തന്നെ യൂസ് ചെയ്യുക. ഇതുപോലെയുള്ള ബോട്ടിൽ വെള്ളം നമുക്ക് എത്രത്തോളം സെക്യൂരിറ്റിയിലാണ്, സേഫിലാണ് ഇത് കൊണ്ടുവരുന്നത് നമുക്ക് അത്ര ഉറപ്പില്ല. നല്ല സൺലൈറ്റ് ഒക്കെ കൊണ്ടിട്ടായിരിക്കും. പ്രത്യേകിച്ച് വണ്ടികളിലൊക്കെ നല്ല ചൂടുള്ള ആ ഒരു സമയത്ത് വണ്ടിയൊക്കെ ബ്ലോക്കിലൊക്കെ എത്രയോ കണ്ടിട്ടുള്ളതാണ്. അപ്പൊ ഇത് ഡയറക്റ്റ് ആയിട്ട് അത്രയും ചൂട് ഇതിന് കൊള്ളുന്നുണ്ട്. അപ്പൊ ഇതൊക്കെ പ്രശ്നങ്ങൾക്ക് കാരണമാവാറുണ്ട് കേട്ടോ. ഇനി നമുക്ക് നമ്മുടെ ഗ്ലാസ് മാറ്റി വെച്ചതൊന്ന് ഞാൻ എടുക്കുന്നുണ്ട്. ഇനി ഇത് നമുക്ക് ജസ്റ്റ് ഒന്ന് സ്ക്രാച്ച് ചെയ്യാം കേട്ടോ. പതിയെ ഒന്ന് ഈ ഒരു വിരൽ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ഇങ്ങനെ സ്ക്രാച്ച് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇതുപോലെ പതിയെ ഒന്ന് സ്ക്രാച്ച് ചെയ്യാം. ഒരുപാടൊന്നും വേണ്ട, ഇതുപോലെ ഒന്ന് നമുക്കൊന്ന് സ്ക്രാച്ച് ചെയ്ത് കൊടുക്കാം. അപ്പൊ നിങ്ങൾക്ക് ഇതിലൊരു സംഭവം കാണാം. സാധാരണ പേപ്പർ കപ്പിൽ നമ്മൾ ഇതുപോലെ ആരും ചെയ്യാറില്ല. അപ്പൊ ഇതുപോലെ ജസ്റ്റ് ഇതുപോലെ ഒന്ന് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഇതില് നേരിയ അംശത്തിൽ, വളരെ നേരിയ ലെവലിൽ ഇതിലൊരു പ്ലാസ്റ്റിക് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ ഒരു പ്ലാസ്റ്റിക് ആണ് നമ്മൾ ഈ പെട്ടെന്ന് ചായ അതുപോലെ ചൂടുള്ള പദാർത്ഥങ്ങളൊക്കെ ഇതിലേക്ക് ഒഴിക്കുന്ന സമയത്ത് ഈ പ്ലാസ്റ്റിക്കിൽ തീർച്ചയായും ഇത് തട്ടാറുണ്ട്. അപ്പൊ അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അതുകൊണ്ടാണ് ഞാനിതൊന്ന് കാണിച്ചു തരുന്നത്. അപ്പൊ അതായത് ഏകദേശം അതിന്റെ ആ ഒരു പ്ലാസ്റ്റിക് തെളിഞ്ഞു വരുന്നുണ്ട്. ഇതിപ്പോ കണ്ടോ, ഇതെന്ന് പറയുന്നത് വളരെ നേരിയ ലെവലിലുള്ള ഒരു പ്ലാസ്റ്റിക്കിന്റെ ഒരു കോട്ടിംഗ് ആണ് കേട്ടോ. പക്ഷെ ഇതൊരിക്കലും നമുക്ക് പെട്ടെന്നൊന്നും കണ്ടുപിടിക്കാൻ കഴിയില്ല. ഇത് കണ്ടോ, ഇത് ഗ്ലാസ് ഓട്ടയായതല്ല, ഇതിന്റെ ആ ഒരു ചെറിയൊരു കോട്ടിംഗ് കൊണ്ട് നമുക്കിത് നിർമ്മിച്ചിട്ടുള്ളതാണ് കണ്ടോ. അതായത് കണ്ടോ, ഇതുപോലെ ചെറിയൊരു പ്ലാസ്റ്റിക് ഇതിൻ്റെ ഉള്ളിൽ കൊടുക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ കഴിയുന്നതും നമ്മൾ ഇതിൽ കുടിക്കാതിരിക്കുക. മാക്സിമം തന്നെ സ്റ്റീലിന്റെയോ അല്ലെങ്കിൽ കുപ്പിയുടെയോ ഗ്ലാസ് ഒക്കെ ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക. കണ്ടോ, ഇത് നീക്കുമ്പോഴാണ് ഇത് ശരിക്കും ഒന്ന് തുറന്ന് കാണാൻ. ഇത് കേട്ടോ, ഇത് സാധാരണ നമ്മളിത് ഓട്ടയായതല്ല കേട്ടോ. ഇത് കണ്ടോ, ഇത് കണ്ടാൽ ശരിക്കും നിങ്ങൾക്ക് മനസ്സിലാവും. ചെറിയ ലെവലിലുള്ളൊരു പ്ലാസ്റ്റിക്കിന്റെ കോട്ടിംഗ് ആണിത്. ഇത് നന്നായി തെളിഞ്ഞു വന്നിട്ടുണ്ട് കണ്ടോ. ഇത് ഞാനിത് ജസ്റ്റ് ഒന്ന് കീറി നോക്കുന്നുണ്ട് കണ്ടോ. ഇത് നല്ലൊരു പ്ലാസ്റ്റിക് ഉണ്ട്. ഇതാണ് പ്ലാസ്റ്റിക്. ഇത് കണ്ടോ, ഇതാണ് പ്ലാസ്റ്റിക്. ഇത് പ്രത്യേകം ശ്രദ്ധിക്കണം, പ്രത്യേകിച്ച് കണ്ടോ. Thank you for watching my video. See you next time.